ടു എക്സാം പോയിന്റ്. അപ്പം നമ്മൾ ഇന്ന് ബിസിനസ് സ്റ്റഡീസിന്റെ ഒരു സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. അപ്പം സെക്കൻഡ് ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങളെല്ലാം നോക്കിയെന്ന് നമ്മുടെ വീഡിയോ കണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് മിസ്. ഓക്കെ, അപ്പം നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ എന്തെന്നാ പഠിക്കാൻ പോകുന്നത്? ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അല്ലേ. നമ്മുടെ ബിസിനസ് തന്നെ പല രൂപങ്ങളുണ്ട് അല്ലേ. അതായത് ഓണർഷിപ്പ് അനുസരിച്ച് ബിസിനസിന്റെ ഫോംസും ഡിഫറെന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, എന്താണ് പാർട്ട്ണർഷിപ്പ്, അതേപോലെ തന്നെ കുറച്ചധികം കൂടി ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ അവരെയൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഈ ചാപ്റ്ററിലൂടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ടോപ്പിക് ആണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ ബാക്കിയെല്ലാം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് മിസ് പഠിപ്പിച്ചു തരാം. ഓക്കെ, സോ ഇനി മിസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ഒരു പിക്ചർ ഈ സ്ലൈഡിൽ കാണിച്ചു തരും. അപ്പം നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് ഇത് അറിയോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ ഈ ടോപ്പിക്സ് എന്താണ്. അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക് എന്തായിരുന്നു? വേരിയസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് തന്നെ പല രീതിയിൽ ചെയ്യാം അല്ലേ. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, കുറേ പേരായിട്ട് ചെയ്യാം, 2-3 പേരായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ബിസിനസ് പോലെ ചെയ്യാം. അപ്പം മിസ് ഇപ്പോൾ ഓരോരോ പിക്ചർ കാണിക്കും. അപ്പം നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് ഇത് അറിയോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെയെങ്കിലും ഈ വേർഡ്സ് ഒക്കെ കേട്ടിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഫെമിലിയർ ആണോ എന്ന്. അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരുന്നു? നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് സ്ലൈഡിലോട്ട് നോക്കിയേ. എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഒരു സിംഗിൾ പേഴ്സൺ ആണ് അല്ലേ. അപ്പോൾ ഈ പുള്ളിയാണ്, ഈ ഓണറാണ്, ഒരു സിംഗിൾ ഓണറാണ് എല്ലാം എന്ത് ചെയ്യുന്നത്? ഡിസൈഡ് ചെയ്തെന്ന്. അതായത് ബിസിനസ്സിന്റെ ഫിനാൻസിനെ പറ്റി, ഐഡിയാസിനെ പറ്റി, അത് ആളുകളിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറ്റി, അതിൻ്റെ റേഷ്യോ, പ്രോഫിറ്റ് എത്ര എടുക്കണം, ലോസ് എത്രയായിരിക്കും, അതിനെ പറ്റി എല്ലാ തിങ്കിങ്ങും, അഡ്വർടൈസ്മെന്റ്, പിന്നെ എന്തെന്നായിരുന്നു നമ്മുടെ എയിം എന്താണ്, ഇതെല്ലാം ആരായിരിക്കും ചെയ്യുന്നത്? ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എന്തെന്നായിരുന്നു വിളിക്കുന്നത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുകയും ആ ബിസിനസ്സിലോട്ട് അയാൾ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് അയാൾ തന്നെ ഒറ്റയ്ക്ക് ബെയർ ചെയ്യുന്നതിനെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ബിസിനസ്സിന്റെ ഓണറിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സോൾ പ്രൊപ്രൈറ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഓണറിനെ എന്താ വിളിക്കുന്നത്? നമുക്ക് ഓണർ ഓഫ് ദ ബിസിനസ് എന്ന് പറയുമെങ്കിൽ കൂടി നമ്മൾ അയാളുടെ ഒറിജിനൽ പേര് സോൾ പ്രൊപ്രൈറ്റർ. യെസ്, അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർ നടത്തുന്ന ബിസിനസിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വിളിക്കാം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഫെമിലിയർ ആണ് അല്ലെ. നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് നമ്മുടെ വീടിനടുത്താണെങ്കിലും ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ എല്ലാം ഓൾമോസ്റ്റ് എന്തായിരിക്കും? സോൾ പ്രൊപ്രൈറ്റർ ആയിരിക്കും അല്ലേ. ഇനി മിസ് അടുത്ത പിക്ചർ കാണിക്കാൻ പോവാണ്. അടുത്ത പിക്ചർ എന്തായിരുന്നു? 2 പേര് കൈപിടിച്ചിരിക്കുന്നതാണ് അല്ലേ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കൈപിടിച്ചിരിക്കുന്ന ഒരു പിക്ചർ അല്ലേ. അപ്പോൾ ഇത് എന്തെന്നായിരുന്നു? പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. അപ്പോൾ ഈ പാർട്ട്നേഴ്സ് നമ്മൾ കുറേ വട്ടം കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ മൂവീസിലാണെങ്കിലും അല്ലാണ്ട് നമ്മൾ ജനറൽ ഇൻ ലൈഫിലാണെങ്കിലും ഞങ്ങൾ ബിസിനസ് എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ പാർട്ട്നേഴ്സ് ആയിട്ടാണ് ചെയ്യണേന്ന് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ കുറേ പ്രാവശ്യം റെപ്പിറ്റേറ്റീവ് ആയിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ്? അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സോൾ പ്രൊപ്രൈറ്റർ, സോൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഒറ്റയ്ക്കാണ്, സിംഗിൾ പേഴ്സണാ ചെയ്യുന്നത്. വെറാസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയോ? 2 or more persons. എത്ര പേര് വേണം? 2 അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടെങ്കിലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കും 2 or more persons ആണെങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? ഈ ബിസിനസ്സിൽ വരുന്ന പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി, അതായത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നാണ് ആ എഗ്രിമെന്റിനെ വിളിക്കുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ നേരത്തെ തന്നെ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ സംസാരിച്ച് നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും അവർ ഏത് റേഷ്യോയിലാണ് പ്രോഫിറ്റ് എടുക്കുന്നതെന്ന്. അതായത് ചിലപ്പോൾ ഈ 2 പേരാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 പേര് എടുക്കാം. അമർ, അക്ബർ, ആന്റണി. അപ്പോൾ അമർ, അക്ബർ, ആന്റണി ഒരു ബിസിനസ് ABC എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ഫേമിന്റെ പാർട്ട്നേഴ്സ് ആണ്, 3 പാർട്ട്നേഴ്സ്. അപ്പോൾ ഇവർ ഓൾറെഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ഇവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഇവരുടെ പാർട്ട്ണർഷിപ്പിലെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് എന്ത് പ്രോഫിറ്റ് വന്നാലും അവരെന്ത് ചെയ്യും?
മൂന്നായിട്ട് അവർ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. വെറാസ് അപ്പോൾ പ്രോഫിറ്റിന്റെ പോർഷൻ മനസ്സിലായല്ലോ. പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ തന്നെ മുൻകൂട്ടി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറയൂ അല്ലേ. ഇനി അടുത്ത കാര്യം പറയാം, ലോസസിന്റെ കാര്യം. അപ്പൊ പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി ഇന്ന റേഷ്യോയിലാണ്, ഇപ്പൊ 3:2:1 അല്ലെങ്കിൽ 1:1:1 ആണ് നമ്മൾ നേരത്തെ പ്രോഫിറ്റ്സ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇപ്പൊ ഞാൻ 2:1:1 വെറുതെ എഴുതുകയാണ്. ഓക്കെ, അമർ അക്ബർ ആന്റണി 2:1:1 പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ ആയോ? ഇനി ലോസിന്റെ കാര്യം വന്നാലോ? ഇപ്പൊ ബിസിനസിന്റെ ലോസിന്റെ കാര്യം വന്നാൽ ഈ പാർട്ട്ണർഷിപ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ പാർട്ട്ണർഷിപ്പിന്റെ പ്രത്യേകത? എന്ത് ലോസ് വന്നാലും പാർട്ട്നേഴ്സ് ഈക്വലി എന്ത് ചെയ്യണം, അത് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നാ. അപ്പോൾ ഇപ്പൊ നമ്മുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ എന്തെങ്കിലും ഒരു ലോസ് വന്നെന്ന് വിചാരിക്കാം. അപ്പൊ ഫേമിന്റെ അസറ്റ്സ് ഒക്കെ വിറ്റിട്ടും പിന്നെയും ബാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും ബാക്കി ലെഫ്റ്റ് ഓവർ ബാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മളുടെ പാർട്ട്നേഴ്സ് അവരുടെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ നമ്മളുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് ആ ലയബിലിറ്റി വീട്ടാൻ എന്താണ് ബാധ്യസ്ഥരാണ്. അതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം. സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയുമ്പോൾ ആ സിംഗിൾ പേഴ്സൺ തന്നെ കടം വീട്ടും, അയാൾ എന്തെങ്കിലും ബാധ്യത വന്നാൽ അയാളുടെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ട് വിറ്റിട്ട് ആ ബാധ്യത വീട്ടും. ക്ലിയർ ആയോ? ഇനി പാർട്ട്ണർഷിപ്പിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രോഫിറ്റ് ഒക്കെ ഈക്വലി ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ബട്ട് ദെൻ ലോസസിന്റെ ടൈമിൽ വരുമ്പോൾ ഇഫ് ദ ഫേം ഇസ് അൺഏബിൾ ടു പേ ഓഫ്, അതാണ് കാര്യം. ഫേമിന് ഈ ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ ലോസസ് വീട്ടിൽ നിന്ന് ഐറ്റംസ് കൊണ്ടുവന്ന് നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊണ്ടുവന്നിട്ടും വീട്ടാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാർട്ട്ണർഷിപ്പിലെ ഓണേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നതെന്നറിയോ? എന്തെന്നാ വിളിക്കുന്നത്? പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ മിസ് നേരത്തെ പറഞ്ഞല്ലേ, അമർ, അക്ബർ, ആന്റണി, ഇവരാണ് 3 പാർട്ട്നേഴ്സ് ബിസിനസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവര് 3 പേര് എന്ത് ചെയ്യും? ഇവര് 3 പേരെയും നമ്മൾ എന്തെന്നാ വിളിക്കുന്ന? പാർട്ട്ണർ. ഓരോരുത്തരെയും നമ്മൾ പാർട്ട്ണർ എന്നും എല്ലാവരെയും കൂടി കളക്റ്റീവ്ലി ഒരുമിച്ച് ഓരോരുത്തരെയും നമ്മൾ അമർ ഒരു പാർട്ട്ണറാണ്, അക്ബർ ഒരു പാർട്ട്ണറാണ്, ആന്റണി ഒരു പാർട്ട്ണറാണ്. ആൻഡ് ഇവരെ കളക്റ്റീവ്ലി, അതായത് ഒരുമിച്ച് നമ്മൾ എന്തെന്ന് വിളിക്കും? പാർട്ട്ണർഷിപ്പ് അഥവാ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് വിളിക്കും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇതോടെ നമുക്ക് പാർട്ട്ണർഷിപ്പ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു പിക്ചറിലോട്ട് പോവാം. അപ്പോൾ ഇനി അടുത്ത ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പിക്ചറിൽ എന്താ കാണാൻ പറ്റുന്നത്? ഒരു ഹാപ്പി ഫാമിലി അല്ലെ, ഒരു എക്സ്റ്റെൻഡഡ് ഹാപ്പി ഫാമിലിയാണ് കാണുന്നത് അല്ലേ. ന്യൂക്ലിയർ ഫാമിലി അല്ല, ഇന്നത്തെ കാലത്തെ പോലെ അച്ഛനും അമ്മയും 2 മക്കളും അല്ല. അതായത് ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്, ഒരു ഹോൾ ബിഗ് ഫാമിലിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജോയിന്റ് ഹിന്ദു ഫാമിലി. അപ്പം നിങ്ങൾ ഓർക്കും, ഈ ഒരു ഫുൾ ഫാമിലി ഇങ്ങനെ ഒരു പിക്ചറിൽ നിന്നാൽ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആയോന്നു? അല്ല, ഇതെന്താന്ന് മിസ് പറഞ്ഞുതരാം. പണ്ടേ ജയറാമിൻ്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു. ആ മൂവിയിൽ എനിക്ക് ആ പേര് അറിഞ്ഞൂടാ. മൂവിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്തെന്നാ, ഈ ജോയിന്റ് ഹിന്ദു ഫാമിലിയുടെ ഒരു കാര്യങ്ങൾ. അതായത് ഒരു പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു, ആൻഡ് പുള്ളിക്കാരനാണ് ഈ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത്. ആൻഡ് ലാസ്റ്റ് ആയപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്തു പറ്റി? ആ ബിസിനസ്സിലെ കാര്യങ്ങളോടായിരുന്നു എല്ലാം എന്താണ് ഇഷ്ടങ്ങളൊക്കെ. ആൻഡ് ഈ ഗ്രാൻഡ് ഫാദറിനെ അല്ലായിരുന്നു. ഓക്കെ, ഇതായിരുന്നു ആ ഒരു മൂവിയുടെ സ്റ്റോറി. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ മൂവി ഏതാണെന്ന് മനസ്സിലായാൽ മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ജോയിന്റ് ഹിന്ദു ഫാമിലി. ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറയുമ്പോഴേ ഇതിൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നത് ബൈ ബർത്ത് ആയിട്ടാണ്. അതായത് ഈ ഫാമിലിയിൽ നമ്മൾ ജനിച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവരുടെ മക്കളാണ് ഇതെങ്കിൽ അവർ ജനിക്കുമ്പോൾ തന്നെ എന്താണ്, ഈ ജോയിന്റ് ഹിന്ദു ഫാമിലിയുടെ മെമ്പറാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ജോയിന്റ് ഹിന്ദു ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ബർത്ത് ആണ് മെമ്പർഷിപ്പ് കിട്ടുന്നതെന്ന് മിസ് പറഞ്ഞു. ആൻഡ് ഓൾസോ ഓൾഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി. അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിലോട്ട് നോക്കിയേ, ആരാണ് ഏറ്റവും ഓൾഡസ്റ്റ്? ഈ പുള്ളിയാണോ? അല്ല. ഈ പുള്ളിയാണോ? യെസ്, പുള്ളിക്കാരനാണ് ഓൾഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി. അപ്പോൾ ഞാൻ ഒന്ന് സർക്കിൾ ചെയ്യാണ്. ഈ ഓൾഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലിയിലെ ആളായിരിക്കും എന്തെന്ന്, ഈ ബിസിനസ് നോക്കി നടത്തുന്നത്, അതായത് ഹെഡ് ഓഫ് ദ ജോയിന്റ് ഹിന്ദു ഫാമിലി. അപ്പോൾ ഇത് എന്താ വിളിക്കുന്നതെന്ന് അറിയോ? കർത്ത എന്നാണ് നമ്മളുടെ ജോയിന്റ് ഹിന്ദു ഫാമിലിയുടെ ഹെഡിനെ വിളിക്കുന്നത്. കർത്ത അല്ലേ?
അപ്പോൾ കർത്ത എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്തയായിരിക്കും ദ മേജർ ഡെസിഷൻസ് റിഗാർഡിംഗ് ദ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എല്ലാം എടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഇഫ് ഈ കർത്ത, അതായത് ഏറ്റവും പ്രായം കൂടിയ ആള് മരിച്ചു പോയാൽ എന്ത് പറ്റും? അടുത്ത നെക്സ്റ്റ് എന്താ എൽഡർ മെമ്പർ ആയിരിക്കും ആര്? കർത്ത വരുന്നത്. അപ്പം ഈ പുള്ളിക്കാരൻ മരിച്ചു പോയാൽ ദ നെക്സ്റ്റ് എൽഡർ മെമ്പർ, എനിക്ക് തോന്നുന്നു പിക്ചറിൽ കാണുമ്പോൾ നമുക്ക് ഈ പുള്ളിക്കാരനാണല്ലേ കുറച്ച് പ്രായമായിട്ട് തോന്നുന്നത്, ഈ പുള്ളിയായിരിക്കും എന്തെന്ന് അടുത്ത കർത്ത. ക്ലിയർ ആയോ? അപ്പോൾ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു ഫാമിലിയിലെ ആളുകൾ തന്നെയായിരിക്കും അതിൻ്റെ മെമ്പേഴ്സ്. ഓക്കെ, ആൻഡ് ഓൾസോ അവരുടെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി, പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്ത് കിട്ടിയ പ്രോപ്പർട്ടി ആയിരിക്കും എന്തിന് യൂസ് ചെയ്യുന്നത്? ഈ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനനിയന്മാർ മക്കൾ അവർ തന്നെയായിരിക്കും ചിലപ്പോൾ ഒരു ഗോൾഡിൻ്റെ ബിസിനസ് ആയിരിക്കും ചെയ്യുന്നത്, അവർ തന്നെയായിരിക്കും ബിസിനസ് ചെയ്യുന്നത്, അവരുടെ മക്കൾക്ക് കൈമാറ്റം ചെയ്യും, അങ്ങനെ അങ്ങനെ കൈമാറിപ്പോയിട്ട് വരും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു ഡൗട്ട് ഉണ്ട്, ഇപ്പോഴും ഉണ്ടോ മിസ്സേ ഈ ജോയിന്റ് ഹിന്ദു ഫാമിലി സ്ട്രക്ചർ? ഇപ്പോൾ റൈറ്റ് നൗ നിലവിൽ ഇല്ല. ഈ ജോയിന്റ് ഹിന്ദു ഫാമിലി സ്ട്രക്ചർ ഇപ്പോഴെന്താ നിലവിലില്ല. പക്ഷെ എന്നാൽ കൂടി ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, നമ്മുടെ ബിസിനസ്സിൻ്റെ പല രൂപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പഠിച്ചു, പാർട്ട്ണർഷിപ്പിനെ പറ്റി ഒന്ന് നോക്കിയല്ലേ. അപ്പോൾ ജോയിന്റ് ഹിന്ദു ഫാമിലിയും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയായി അതിൻ്റെ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താണ്. ഇനി നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പോകാം, എന്താണ് ജോയിന്റ് ഹിന്ദു ഫാമിലി എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ നിങ്ങൾക്ക് എന്താ ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നത്? എന്തെന്നാ കാണാൻ പറ്റുന്നത്? കുറേ ആളുകളുടെ കൈയാണ്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കണേന്ന് അറിയോ? യൂണിറ്റിനെയാണ്, ഒരുമയെയാണ് ഇത് കണക്കാക്കുന്നത്. എന്തിനെയാണ് കാണിക്കുന്നത്? യൂണിറ്റിനെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ ആയോ? ശരി, ഇതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് കേൾക്കാത്ത ഒരു മലയാളി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ കേരളത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്കിംഗ് ബാങ്ക്സിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. അതായത് മലയാളത്തിൽ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിനെ നമ്മൾ വിളിക്കുന്നത് സഹകരണ സംഘങ്ങൾ എന്നാണ് അല്ലേ. എന്തെന്നാ വിളിക്കുന്നത്? സഹകരണ സംഘം. ഓക്കെ, അപ്പൊ സഹകരണ സംഘം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെന്നാ പറയുന്നത്? കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അല്ലേ. അപ്പോൾ ഇത് വളരെ പണ്ടാണ് നമ്മളിത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, നമ്മുടെ കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തന്നെ നമ്മുടെ ഇതിലോട്ട്, അതായത് നമ്മുടെ കൺട്രിയിലോട്ട് വന്നത് തന്നെ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ചെറിയ സ്റ്റോറി ആയിട്ട് പറയാവേ. നമ്മുടെ ഇവിടെ ഭയങ്കര എന്താ പോവേർട്ടി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമേഴ്സ് എന്ത് ചെയ്യുക? അവർ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. കാരണം അവർ ലോൺ എടുക്കണം, അവർക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. സോ അവരൊരു എന്താ പറയുക പോവേർട്ടി സ്ട്രൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡെറ്റ് ട്രാപ്പിലോട്ട് പോണേരുന്നു, കടക്കിണിയിലോട്ട് പോണേരുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. ചെറിയൊരു എമൗണ്ട് കൊടുത്താലും ഇതൊരു സോൾവ് ആവണില്ല. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഈ റൂറൽ ഏരിയ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലെ ഫാമേഴ്സിനെ എങ്ങനെ ഇത് അപ്ലിഫ്റ്റ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് വന്നപ്പോഴാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് സഹകരണ സംഘങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ ബ്രിട്ടനിലൊക്കെ നല്ല കത്തി നിൽക്കുന്ന സമയം, നല്ല ഷൈൻ ചെയ്ത് നിൽക്കുന്ന ടൈമാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് ഒരു ഫ്രെഡറിക് നിക്കോൾസൺ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ പുറത്തോട്ട് വിടണയാണ്. എന്ത്? നമ്മളുടെ ഈ കേരളത്തിലെ കേരളമല്ല ഇന്ത്യയുടെ ഈ സിറ്റുവേഷനെ പറ്റി പഠിക്കാൻ വേണ്ടി, ആൻഡ് ഓൾസോ കോർപ്പറേഷൻ നമ്മുടെ ഇവിടെ എങ്ങനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ ചെന്ന് എന്നിട്ട് പഠിച്ചിട്ട് വരുമ്പോൾ പറയുന്നതാണ് നമ്മൾ കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പോവേർട്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് വരാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് തന്നെ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് KCS ആക്ട് 1969. ഓക്കെ, അപ്പോൾ KCS ആക്ട് 1969 വന്ന് അതോടെ നമ്മുടെ കേരള കോർപ്പറേഷൻ, KCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഓക്കെ, അപ്പോൾ KCS ആക്ട് 1969 വന്നപ്പോൾ എന്തായി? ഇപ്പോൾ ശരിക്കും കോർപ്പറേഷൻ നമ്മുടെ കേരളത്തിൽ വന്നു. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴും എന്ത് ചെയ്യണം നമ്മുടെ ഇവിടുത്തെ സഹകരണ സംഘങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ സ്റ്റോറിയാണല്ലോ എങ്ങനെ വന്നു എന്നൊക്കെ. ഓക്കെ, ഇനി മിസ് പറയാൻ പോണത് ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് അറിയാം? ഈ സഹകരണ സംഘങ്ങൾ
അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മിൽമയൊക്കെ ഈ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ എക്സാമ്പിളാണ്. മിൽമ, അമൂലൊക്കെ ഇതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ് ഈ സഹകരണ സംഘങ്ങൾ വർക്ക് ആവണേന്ന്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി. എന്തെടുക്കാം? മിൽക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി. അപ്പോൾ മിൽക്ക് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ. ഈ മിൽക്ക് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിലെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഏരിയയിൽ തന്നെ പാല് വിൽക്കുന്ന അല്ലെങ്കിൽ പശുക്കളെ ഉള്ള ഫാമേഴ്സ് ആയിരിക്കും മിൽക്ക് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിലെ മെമ്പേഴ്സ്. അപ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് ലോണൊക്കെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിന് കൊടുക്കുകയും അവർക്ക് എന്താണ് ഫോഡ്, അതായത് ഈ പശുക്കൾക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വളരെ ചെറിയ റേറ്റിലൊക്കെ കൊടുക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലിഫ്റ്റ് ചെയ്യണേ അല്ലേ, പ്രൊമോട്ട് ചെയ്യണേ. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ആണ്. എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും ഒരാളും എല്ലാവർക്കും വേണ്ടിയും, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ 5 രൂപ ഇട്ടിട്ട് ഇതിൻ്റെ മെമ്പർ ആയാലും വേറൊരാൾ 50 രൂപ കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ വോട്ടിംഗ് റൈറ്റ് സെയിം ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ എങ്ങനെയാണ് വോട്ടിംഗ് റൈറ്റ്? ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു വോട്ടിംഗ് റൈറ്റ് ആണ്. ഓക്കെ, ആൻഡ് മെമ്പർഷിപ്പ് എന്താ? വോളണ്ടറി മെമ്പർഷിപ്പാണ്. നമുക്ക് സ്വമേധയാ വരാം, അല്ലാണ്ട് അവരൊന്നും വന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഉണ്ടായാലേ നമുക്ക് ഇതിൽ മെമ്പർ ആവാൻ പറ്റുള്ളൂ, അങ്ങനെ ഇല്ല. വോളണ്ടറി മെമ്പർഷിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം മിൽക്ക് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള എല്ലാ മിൽക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഓരോ ഫാമേഴ്സിനെയും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഇനി മുതൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ സഹകരണ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഓർമ്മ വേണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, വാട്ട് ഈസ് എ കമ്പനി എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ പറയും ആ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു മെയിൻ ഡയറക്ടർ ഉണ്ടാവും, അതിൻ്റെ അവിടെ എംപ്ലോയീസ് ഉണ്ടാവും, അതിന് കുറേ ഓണേഴ്സ് ഉണ്ടാവും അല്ലെ, ഒരു സിംഗിൾ ഓണർ ആയിരിക്കില്ല, കുറേ ഓണേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയാണ് നമുക്കൊരു കമ്പനി എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വിഷ്വലൈസേഷൻ. അപ്പോൾ മിസ് പറഞ്ഞുതരാം വാട്ട് ഈസ് എ കമ്പനി. ഈ കമ്പനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഫോം ചെയ്തത് കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ്. എന്ത് പ്രകാരം? കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ്. ഇപ്പം നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ട് കമ്പനീസ് ആക്ട് 2013 ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഏതാണ്? 2013 ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പം 1956 ആണ്, കമ്പനീസ് ആക്ട് ആണ് നമ്മൾ ഇത് കമ്പനി തുടങ്ങണമെങ്കിലും ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ കമ്പനീസ് ആക്ട് 2013 ആണ്. അപ്പോൾ വാട്ട് ഈസ് എ കമ്പനി? കമ്പനി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓണേഴ്സ് കുറേ പേരുണ്ടാവും അല്ലേ, നോട്ട് ജസ്റ്റ് വൺ സോൾ പ്രൊപ്രൈറ്റർ ഉള്ള ഒരാളായിരിക്കില്ല, പാർട്ട്ണർഷിപ്പ് പോലെ 2 or more ആയിരിക്കില്ല, കുറേ പേരുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാവരും എന്ത് ചെയ്യും? അവരുടെ കോൺട്രിബ്യൂഷൻ ഓഫ് എ ക്യാപിറ്റൽ നമ്മുടെ ഈ കമ്പനിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഈ കമ്പനിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഷെയർ. അപ്പം അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓണേഴ്സിനെയാണ് നമ്മൾ കളക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പം നമ്മൾ ഇവിടെ എന്തെന്നാ ഷെയർ ഹോൾഡേഴ്സിനെയാണ് ഞാനിവിടെ ഓണർ എന്ന് കൊടുക്കാവേ, ഓണർ ഓഫ് ദ കമ്പനി. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇവർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? കുറേ പേരുണ്ടാവും അല്ലേ, അവരെല്ലാവരും നമ്മുടെ ബിസിനസ്സിലോട്ട് എന്ത് ചെയ്യണേ? ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു സർട്ടൻ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും ഡിവിഡൻഡ് ആയിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണ് നമുക്കിനി അടുത്ത സ്ലൈഡ്സിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പോൾ ആദ്യം തന്നെ മിസ് ഈ എന്താ പറയുക പിക്ചർ കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു തന്ന് ഇനി നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഫീച്ചേഴ്സും ഓരോ ലിമിറ്റേഷനും അഡ്വാൻറ്റേജസൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ എന്തെന്നാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? നമുക്കറിയാം ഒരു സിംഗിൾ പേഴ്സൺ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നതും അയാൾ തന്നെയാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതും പ്രോഫിറ്റ് എടുക്കുന്നതും ഡിസിഷൻ മേക്കിങ്ങും ചെയ്യുന്നതും. ഇത്രയും സിമ്പിൾ, ഇതിലും കൂടുതൽ സിമ്പിളായിട്ട് നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് പറയാൻ പറ്റൂല അല്ലേ. ആൻഡ് ഓണറിനെ എന്താ വിളിക്കുന്നത്? സോൾ പ്രൊപ്രൈറ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഓക്കെ, sole proprietorship refers to a form of business organization which is owned, managed and controlled by a single person.
അപ്പോൾ ഇത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും മെയിൻ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത് എല്ലാം ആരായിരിക്കും? ഈ സിംഗിൾ പേഴ്സൺ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആയോ? ശരി. ഇനി നമുക്ക് നോക്കാം മെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താ? ഈസി ഫോർമേഷൻ. എന്തെന്നായിരുന്നു? നമുക്ക് ഈസി ആയിട്ട് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ചെയ്യാം. The formation of a sole proprietorship is very easy. There are no legal formalities to form and close a sole proprietorship. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് ഈസി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും നമുക്ക് കുറേ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താ? ഇറ്റ് ഈസ് എ ഈസി ഫോർമേഷനാണ്. നമുക്ക് ഈസി ആയിട്ട് ഫോമും ചെയ്യാം, ഈസി ആയിട്ട് എൻഡും ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് എന്തെന്നായിരുന്നു? ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ എന്താ ഇതിൽ പറയുന്ന? ദ സോൾ ട്രേഡർ ക്യാൻ ടേക്ക് ക്വിക്ക് ഡിസിഷൻസ് ആൻഡ് പ്രോംപ്റ്റ് ആക്ഷൻസ് ഇൻ ഓൾ ബിസിനസ് മാറ്റേഴ്സ്. അതായത് മറ്റുള്ള ബിസിനസ്സുകൾ പോലെ, ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് പോലെയും കമ്പനി പോലെയും ഇവർക്ക് കുറേ ടൈം എടുക്കില്ല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി. ഇവർ ഭയങ്കര ക്വിക്ക് ഡിസിഷൻ മേക്കേഴ്സാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കാണ് അല്ലേ? പുള്ളി ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിലും പുള്ളി ഒറ്റയ്ക്ക് എടുത്താൽ മതി. വേറെ ആരുടെയും അഡ്വൈസ് ഒന്നും അല്ലെങ്കിൽ വേറെ ആരുടെയും ഒപ്പീനിയന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. അതുകൊണ്ട് തന്നെയാണ് എന്തെന്ന് ക്വിക്ക് ഡിസിഷൻസ് ആൻഡ് പ്രോംപ്റ്റ് ആക്ഷൻസ്. പുള്ളിക്കാരൻ, അതായത് നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർ ഭയങ്കര എഫിഷ്യൻ്റ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ഫോം ഓഫ് ഓർഗനൈസേഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അറിയുമെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് ചോയ്സ്. ഏത്? നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഇതൊരു ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഒരാളെ ഉള്ളൂ, വേറൊരാളുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഈസി ആയിട്ട് ഫോമും ചെയ്യാം, ഈസി ആയിട്ട് എൻഡും ചെയ്യാം. കുറേ ലോ അല്ലെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഈസി ഫോർമേഷൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ് നമ്മൾ വീടിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടെങ്കിൽ യൂഷ്വലി അതെന്തായിരിക്കും എന്നറിയോ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരിക്കും. അയാൾ ഒറ്റയ്ക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ചെറിയ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ യൂഷ്വലി എന്തായിരിക്കും? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആവും. കാരണം അവർക്കാവുമ്പോൾ കുറേ ലീഗൽ ഫോർമാലിറ്റീസ് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയൊരു എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അയാൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ബിസിനസ്. ഓക്കെ, അപ്പോൾ പിന്നീട് വലുതാകുമ്പോൾ മാത്രമേ നമുക്ക് ചിലപ്പോൾ പാർട്ട്നേഴ്സിനോ അല്ലെങ്കിൽ അത് കമ്പനിയായിട്ട് മാറ്റിയാൽ മതിയാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരെന്തെന്ന് പറയുന്നത്? ഈസി ഫോർമേഷൻ ആൻഡ് സെക്കൻഡ് വൺ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. സോ തേർഡ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ? മോട്ടിവേഷൻ അല്ലേ? അപ്പോൾ എന്തെന്നായിരുന്നു മോട്ടിവേഷൻ? ദ എൻറ്റയർ പ്രോഫിറ്റ് ഓഫ് ദ സോൾ ട്രേഡിംഗ് ബിസിനസ് ഗോസ് ടു ദ ഓണർ. അപ്പോൾ ഈ ഓണറിന് അല്ലെങ്കിൽ സോൾ ട്രേഡറിൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താണെന്നറിയോ? ഈ ബിസിനസ്സിൽ എന്ത് പ്രോഫിറ്റ് ഉണ്ടായാലും അയാൾക്ക് ഒറ്റയ്ക്ക് കിട്ടും അല്ലേ? അയാൾക്ക് ഇതെല്ലാം ഒറ്റയ്ക്ക് കിട്ടുമെന്നാണ് എന്തെന്ന്? ഇയാളുടെ മോട്ടിവേഷൻ. ആൻഡ് ഇറ്റ് മോട്ടിവേറ്റ്സ് ഹിം ടു വർക്ക് ഹാർഡ്. അതാണ് അയാൾ എന്ത് ചെയ്യുന്നത്? കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെന്നായിരുന്നു മോട്ടിവേഷനിൽ പെടുന്നത്? ദ എൻറ്റയർ പ്രോഫിറ്റ് ബിലോങ്സ് ടു എ സിംഗിൾ പേഴ്സൺ. ഇപ്പോൾ ബിസിനസ്സിൽ ചെയ്യുന്ന എല്ലാ കാശും എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മളായാൽ പോലും മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് പോകും അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് മോട്ടിവേഷനിൽ പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്തായിരുന്നു? സീക്രസി. എ സോൾ ട്രേഡർ ഇസ് നോട്ട് ബൗണ്ട് ടു പബ്ലിഷ് ഫേംസ് അക്കൗണ്ട്സ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്നറിയോ? മറ്റുള്ള സ്ഥാപനങ്ങൾ പോലെ, പാർട്ട്ണർഷിപ്പ് പോലെയോ കമ്പനി പോലെയോ ഒന്നും ഇയാളുടെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്നും ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി എവിടെയും ഒന്നും പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം എന്താ? ഹീസ് എ സിംഗിൾ പേഴ്സൺ സോൾ ട്രേഡർ അല്ലേ? അപ്പോൾ ഇതൊന്നും ആരെയും കാണിക്കാൻ വേണ്ടി എവിടെ ഇടേണ്ട ആവശ്യമില്ല. വേറെ മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് എടുത്താൽ പാർട്ട്നേഴ്സ്, അതായത് ഏത് പാർട്ട്നേഴ്സ് എപ്പോൾ ചോദിച്ചാലും അവരുടെ കറക്റ്റ് ബാലൻസ് ഷീറ്റ്, എന്താ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓഡിറ്റഡ് ഡോക്യുമെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യണം? അപ്പം തന്നെ പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സൈറ്റിൽ ഇടേണ്ടൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ആർക്ക് ചെയ്യണ്ട? നമ്മുടെ സോൾ ട്രേഡറിന് അതൊന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്?
അയാൾക്ക് ഭയങ്കര സീക്രസിയാണ്. അയാളുടെ കാര്യം അയാൾ തന്നെ നോക്കിയാൽ മതി. സോ അതെന്താ പറയുന്നത്, പബ്ലിക്ലി അത് ലീക്ക് ആവുന്നില്ല. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് എന്തായിരുന്നു? ക്ലോസ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. ദ സോൾ പ്രൊപ്രൈറ്റർ ക്യാൻ മെയിൻറ്റെയിൻ പേഴ്സണൽ കോണ്ടാക്ട് വിത്ത് ദ കസ്റ്റമേഴ്സ്. ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ ചെറിയ കടകളൊക്കെ യൂഷ്വലി എന്തായിരിക്കും, സോൾ ട്രേഡിങ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയിൽ ഇരിക്കുന്ന ആളും നമ്മുടെ ഓണർ ആയിരിക്കും അല്ലേ. അപ്പോൾ അയാൾക്ക് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കസ്റ്റമേഴ്സാണ്. അയാൾക്ക് അറിയാം കസ്റ്റമേഴ്സിന് എന്താ വേണ്ടത്, അവരുടെ പ്രിഫറൻസ് എന്താണ്, ഏത് ടൈമിലായിരിക്കും അവരുടെ പീക്ക് ടൈം, അല്ലെങ്കിൽ ഏത് സമയത്തായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യണത്, അല്ലെങ്കിൽ ഏത് കളറായിരിക്കും കൂടുതൽ പോകണതെന്നൊക്കെ ആർക്കറിയാൻ പറ്റും? ഓണറിന് അറിയാൻ പറ്റും അല്ലേ. വേറെ കമ്പനി എടുത്തത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അറിയണമെന്നൊന്നുമില്ല ഇതിലെന്താണ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ചില ഷെയർ ഹോൾഡേഴ്സ് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം വരുന്നതായിരിക്കും, അപ്പോൾ തിരിഞ്ഞും കൂടി നോക്കണ്ടാവില്ല. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ക്ലോസ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഹൂം. ആരായിട്ടാണ് ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ്? കസ്റ്റമർ ആയിട്ടാണ് നമ്മുടെ ഓണർ അഥവാ സോൾ ട്രേഡറിന് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ളത്. ഓക്കെ. അപ്പോൾ പ്രോഫിറ്റ്സ് ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ്സ് ആണ്, അതായത് ലിമിറ്റേഷൻസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഒരു സോൾ പ്രൊപ്രൈറ്റർ ഒറ്റയ്ക്ക് ഒരു സ്ഥാപനം നടത്തുമ്പോൾ അയാൾക്ക് എന്തെല്ലാം ലിമിറ്റേഷൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ലിമിറ്റഡ് ക്യാപിറ്റൽ. അത് ശരിയല്ലേ? കാരണം അയാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഈ സോൾ പ്രൊപ്രൈറ്ററിന് ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു സർട്ടൻ എന്തുണ്ട്, ഒരു എന്താ പറയുക, ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. ഒരു സിംഗിൾ പേഴ്സണ് 5 ലക്ഷം ഇടാൻ പറ്റുമായിരിക്കും, 10 ലക്ഷം ഇടാൻ പറ്റുമായിരിക്കും. മേ ബി ആൾ ഭയങ്കര റിച്ച് ആണെങ്കിൽ അയാൾക്ക് 50 lakhs കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ദർ വിൽ ഓൾവേസ് ബി എ ലിമിറ്റേഷൻ. അത് കഴിയുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഇതിനെക്കാട്ടും ഫർദർ ഇടാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത് ലിമിറ്റഡ് ക്യാപിറ്റൽ. ഓക്കെ. എ സോൾ ട്രേഡർ ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ് ഓൺലി ഓൺ എ സ്മോൾ സ്കെയിൽ ബിക്കോസ് ഓഫ് ലിമിറ്റഡ് ക്യാപിറ്റൽ. അപ്പോൾ ഇച്ചിരി ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ബിസിനസ് അധികം നാൾ വലുതാക്കാൻ പറ്റില്ല. ഈ സൈസ് ഓഫ് ദ ഫേം എന്നും എന്തായിരിക്കും, ചെറുതായിരിക്കും. കാരണം അയാൾക്ക് അത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ക്ലിയർ ആയോ? അതാണ് ലിമിറ്റഡ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി അടുത്ത എന്തായിരുന്നു? ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ഇയാൾക്ക്, നമ്മുടെ ഓണറിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഡെത്ത് ആയിക്കോട്ടെ, മരിച്ചു പോകണേനോ, അല്ലെങ്കിൽ ഇൽനെസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരു ബാക്കപ്പ് പ്ലാനായിട്ട് ആരും ഇല്ല അല്ലേ. പുള്ളി തന്നെ ഇരുന്ന് റൺ ചെയ്യണം. പുള്ളിയുടെ ബ്രെയിൻ സ്റ്റോപ്പ് ചെയ്ത്, അല്ലെങ്കിൽ പുള്ളി തിങ്കിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് അവിടെ ചത്തുപോവുക, മരവിച്ചു പോവുകയാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ഡെത്ത് ഓർ ഇൽനെസ് ഓഫ് എ പ്രൊപ്പറേറ്റർ എഫക്ട്സ്. അത് ഡെത്ത് ആയിക്കോട്ടെ, ഇൽനെസ് ആയിക്കോട്ടെ, അതെന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് എഫക്ട്സ് എ ബിസിനസ് ആൻഡ് ക്യാൻ ലീഡ് ടു ക്ലോഷർ. ക്ലോഷർ എന്നുകൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത് അത് ക്ലോസ് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഒന്നും കൂടി പറയാം. ഇപ്പോൾ ഓണർ ഡെഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൽനെസ് ആയിക്കോട്ടെ, വയ്യാണ്ട് കിടക്കണേണ്, ഒരു 1 week വയ്യാണ്ടായ ആരുമില്ല, സിൻസ് ഇറ്റ് ഈസ് എ സോൾ ട്രേഡർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈമിൽ എന്ത് ചെയ്യേണ്ടി വരും? ബിസിനസ് ക്ലോസ് ചെയ്ത് ഇടേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്തായിരുന്നു? ലിമിറ്റഡ് ക്യാപിറ്റൽ. ഇച്ചിരി ക്യാപിറ്റലേ നമ്മുടെ ബിസിനസ്സിലോട്ട് വരുന്നുള്ളൂ, ലിമിറ്റഡ് ക്യാപിറ്റൽ. ആൻഡ് സെക്കൻഡ് എന്തായിരുന്നു? ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. നമുക്ക് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് ഇത്രയും എപ്പോഴും നമ്മൾ ഭയങ്കര പുഷിങ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുമോ? ഇല്ല അല്ലേ. ദർ വിൽ ഓൾവേസ് ബി എ ഡൗൺസ്. അപ്പോൾ ഈ ഡൗൺസിൻ്റെ പോർഷനിൽ എന്ത് പറ്റും? നമ്മുടെ ബിസിനസ് അടച്ചിടേണ്ടി വരും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. തേർഡ് പോയിന്റ്, ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി. അതെന്താ പറയുന്നത്? എ സോൾ പ്രൊപ്രൈറ്റർ may not be an expert in management. അപ്പോൾ ഈവൻ ദോ അയാൾ ഓണറാണ്, അയാളാണ് കാശ് കൊണ്ടുവന്നതെങ്കിൽ കൂടി അല്ല എല്ലാ പോർഷനിലും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അയാൾ എന്തായിരിക്കില്ല, എക്സ്പെർട്ടീസ് ഉണ്ടാവില്ല അല്ലേ. ചിലപ്പോൾ അയാൾക്ക് പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റും, പക്ഷെ അയാൾക്ക് അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ കസ്റ്റമർ റിലേഷൻ നല്ലതായിരിക്കും, പക്ഷെ അയാൾക്ക് ഫിനാൻസ് എങ്ങനെ റേസ് ചെയ്യണം എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നോട്ട് ജസ്റ്റ് സോൾ ട്രേഡർ, ഇപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരെങ്ങനെയാണ്, നമ്മൾ സർട്ടൺ ഏരിയയിൽ ബെസ്റ്റ് ആയിരിക്കും അല്ലേ, പക്ഷെ സർട്ടൺ ഏരിയയിൽ നമുക്ക് വീക്കർ പൊസിഷൻസും ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി. അയാൾക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. ഒരു സർട്ടൺ ഏരിയയിൽ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യും, പക്ഷെ സർട്ടൺ ഏരിയയിൽ അയാൾക്ക്
എന്തായാലും ഒരു സപ്പോർട്ട് ആവശ്യമായിരിക്കും. പക്ഷെ ആ സപ്പോർട്ട് എന്ത് കിട്ടുന്നില്ല, ആരുടെയും കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. അപ്പോൾ ദ ലയബിലിറ്റി ഓഫ് എ സോൾ ട്രേഡർ ഇസ് അൺലിമിറ്റഡ്. ഈ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പ് ചെയ്യൂല അല്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതായത് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു കടം വന്നാൽ അത് അൺലിമിറ്റഡ് ആയിരിക്കും എന്ന് പറയുന്നത്. അതായത് അയാൾ തന്നെ ഫുള്ളി ബെയർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അയാളുടെ ബിസിനസ് വിറ്റിട്ടും അത് വീട്ടാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ വിറ്റിട്ടും അയാളുടെ സ്വന്തം സ്വത്തുകൾ വിറ്റിട്ടാണെങ്കിലും അയാൾ എന്ത് ചെയ്യേണ്ടി വരും? അയാൾ അത് മീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പം ഇങ്ങനത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെറ്റ് ട്രാപ്പിലോട്ട് പോകാൻ, കടക്കിണിയിലോട്ട് പോകാൻ ഈ ഒരു കാര്യം റിസൾട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഒന്നും കൂടി പറയാം, നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിമിറ്റേഷൻസ് ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർ ആയിരുന്നു, ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയുടെ ലിമിറ്റേഷൻ. അപ്പം എന്തൊക്കെയാണ്? നമുക്ക് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ മിസ്സിൻ്റെ ഈ ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഇത് ഓർത്തോർത്ത് പറയാം അല്ലേ. ക്യാപിറ്റൽ ഇല്ലായ്മ, ലാക്ക് ഓഫ് ക്യാപിറ്റൽ, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, പിന്നെന്തെന്നായിരുന്നു? ലിമിറ്റഡ് മാനേജറിയൽ എബിലിറ്റി. മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി അയാൾക്ക് ലിമിറ്റഡ് ആയിരിക്കും അല്ലേ. ആൻഡ് ഫോർത്ത് വൺ എന്തായിരുന്നു? അൺലിമിറ്റഡ് ലയബിലിറ്റി. അടുത്ത ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? പാർട്ട്ണർഷിപ്പ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് എ പാർട്ട്ണർഷിപ്പ് എന്ന്. അപ്പോൾ പാർട്ട്ണർഷിപ്പ്, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എല്ലാം ഫോളോ ചെയ്യുന്നത്. ഏതായിരുന്നു? പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഓക്കെ. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഇറ്റ് ഡിഫൈൻസ് പാർട്ട്ണർഷിപ്പ് ആസ്, ഇതിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് എന്താണ്, ഒരു ടിപ്പിക്കൽ പാർട്ട്ണർഷിപ്പ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഇത് ശരിക്കും മിസ് 11th പഠിക്കുമ്പോൾ എന്തെന്നായിരുന്നു ഈ ഒരു ടോപ്പിക്ക് ഇതേ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു, ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് പഠിച്ച അതേ ഡെഫിനിഷൻ ഇന്നും ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡെഫിനിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡിഫൈൻ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ബിസിനസ് സ്റ്റഡീസിൽ എന്താ പറയുക, റെപ്പിറ്റേറ്റീവ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ കാണാണ്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്കും, അയ്യോ ഇത് പാടാണല്ലോ മിസ്സേ, മനസ്സിലും കൂടി ആവുന്നില്ല എന്ന്. ടെൻഷൻ അടിക്കണ്ട, മിസ് ഇത് പാർട്ടായിട്ട് പഠിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി ഈ ക്ലാസ് കൂടുന്നതിനൊപ്പം പഠിച്ചു പോകും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് എ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻസ് പാർട്ട്ണർഷിപ്പ് ആസ് the relationship between persons who have agreed to share the profit of the business carried on by all or any one of them acting for all. വല്ലത് മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ നോക്കിയപ്പോൾ മിസ് എന്താണ് ഡെഫിനിഷൻ ഇംഗ്ലീഷിൽ കുറേ വേർഡ്സ് വായിച്ചു പോകണം അല്ലേ. അപ്പോൾ ഇത് ശരിക്കും മീനിങ് ഫുൾ ആണ്, മിസ് പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഞാൻ മിസ് ഒരു പിക്ചർ വരച്ചു തരാം. ഇത് എ, ഇത് ബി, ആൻഡ് അടുത്ത ആള് സി. അപ്പോൾ എ, ബി ആൻഡ് സി ആ പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം. അപ്പോൾ ആ ഫേമിൻ്റെ പേരെന്താ? ABC എന്നാണ് അല്ലേ. ആ ഫേമിൻ്റെ പേര് ABC എന്നും അതിലെ പാർട്ട്നേഴ്സ് ആണ് A, B ആൻഡ് C. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഡെഫിനേഷനും ഇവരുമായിട്ട് കണക്ട് ചെയ്യാം. ഇത് അവസാനം നിങ്ങൾക്ക് ഒരു സ്റ്റോറി പോലെ മനസ്സിലാവും. ശരി. അപ്പോൾ വാട്ട് ഈസ് എ പാർട്ട്ണർഷിപ്പ്? ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ്. ഇവർ മൂന്ന് പേരും തമ്മിൽ എന്തുണ്ട്? ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ. അപ്പം പിന്നെ എന്താ അവർ പറയുന്നത്? ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ അവർ മൂന്ന് പേരും കൂടി എഗ്രി ചെയ്തിട്ടുണ്ട്. എഗ്രി ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ എന്താ? അവർ സമ്മതിച്ചിട്ടുണ്ട് അല്ലേ. എന്തിനാ സമ്മതിച്ചേക്കണം? ഈ പ്രോഫിറ്റ് ഈ ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്താൽ ഇന്ന റേഷ്യോയിൽ ഷെയർ ചെയ്യാമെന്ന് നേരത്തെ തന്നെ എഗ്രിമെൻറ്റിൽ പറയും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം എൻ്റെ ബിസിനസ്, ഇപ്പം നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ABCയിൽ ഒരു 50,000 പ്രോഫിറ്റ് വന്നെന്ന് വിചാരിക്കാം. ഈ വർഷം പ്രോഫിറ്റ് 50,000 വന്നു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവർ ഈ ABC ഫേം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവർ ഓൾറെഡി പറഞ്ഞു നമുക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യാം, നമുക്ക് 1:2:3 റേഷ്യോ അല്ലെങ്കിൽ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്നും പറഞ്ഞ് ഇവർ ഓൾറെഡി നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈക്വൽ ആയിട്ടെന്ന് പറഞ്ഞാൽ
എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് ഈ ABC ആയിട്ട് നമ്മൾ എഗ്രി ചെയ്തേക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രോഫിറ്റ് വന്നാലും നമ്മൾ എന്ത് ചെയ്യും? അത് ഡിവൈഡഡ് ബൈ 3 ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ. അല്ലാണ്ട് 50,000-ൽ 25,000 A എടുക്കും, പിന്നെ ഇഷ്ടമുള്ളത് B എടുക്കും, പിന്നെ ഇഷ്ടമുള്ളത് C, അങ്ങനെയല്ല. ഓക്കെ. അവർ നേരത്തെ തന്നെ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണോ? അവരെന്താ ഫിക്സ് ചെയ്യണത്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവർ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അത്രേ ഇവിടെയും പറയുന്നുള്ളൂ. അപ്പോൾ ഒന്നും കൂടി പറയാം. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ്. അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്ന? പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത് അല്ലേ? എന്നിട്ട് ഇവർ നേരത്തെ തന്നെ എഗ്രി ചെയ്തേക്കുന്നത് എന്താ? പ്രോഫിറ്റ് എത്ര റേഷ്യോയിൽ ഷെയർ ചെയ്യണമെന്ന് അവർ എഗ്രി ടു ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് നേരത്തെ തന്നെ അവർ പറയുന്നുണ്ട്. ഓക്കെ. carried on by all or any one of them acting for all. ഇനി ഈ പാർട്ട്ണർഷിപ്പിൻ്റെ മാത്രം ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ABC-യിൽ A ആക്റ്റീവ് പാർട്ട്ണറാണ്, ഭയങ്കര ആക്റ്റീവ്ലി എല്ലാ കാര്യങ്ങളും ചെയ്യണ പാർട്ട്ണറായിരിക്കാം. B ഒരു നോർമൽ മനുഷ്യനാണ്, അതായത് നോർമലായിട്ട് വലിയ ആക്റ്റീവ് അല്ല, എന്നാലും ടേക്ക് പാർട്ട് ചെയ്യും. ആൻഡ് C എന്ന് പറയുന്നത് മാറി നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഓക്കെ, അപ്പോൾ 3 ഡിഫറെൻറ്റ് ക്യാരക്ടറുള്ള ആളാണെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈക്വലി എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നില്ല, ഈക്വലി പെർഫോം ചെയ്യണം എന്നില്ല. എല്ലാവരും കൂടി വന്നിട്ട് 3 പേരും കൂടി ഒരേപോലെ നോക്കി നടത്തണമെന്നില്ല. Aക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് നോക്കി നടത്താം ഈ Bക്കും Cക്കും പകരം. ഓക്കെ. പക്ഷെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇവർ നേരത്തെ പറഞ്ഞ റേഷ്യോയിൽ തന്നെ ഡിവൈഡ് ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ. കാരണം പല തരത്തിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. നമ്മളുടെ ഈ മനുഷ്യരിൽ തന്നെ ക്യാരക്ടർ പല ടൈപ്പിൽ ക്യാരക്ടർ ഉണ്ട് അല്ലേ? ചിലർ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്മാർട്ടായിരിക്കും, ചിലർ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും, ചിലർ സൈലൻ്റ് ആയിരിക്കും അല്ലേ? അങ്ങനെ പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട് അല്ലേ? അതേപോലെ തന്നെ പാർട്ട്നേഴ്സും പല ടൈപ്പിലുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഡെഫിനിഷനിലോട്ട് വരാം. ഇവർ ഇത്രേ പറയുന്നുള്ളൂ, ഈ ബിസിനസ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ക്യാരിഡ് ഓൺ ബൈ ഓൾ, ഒന്നല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നടത്താം, അല്ലെങ്കിൽ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, ഈ ബാക്കി എല്ലാവർക്കും വേണ്ടി ഒരാൾ നടത്തിയാലും മതിയാവും. അപ്പോൾ അതിലും തെറ്റില്ല. ഓക്കെ. അപ്പോൾ ഒന്നും കൂടി പറയാം, എന്താ പാർട്ട്ണർഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ്. ഇവർ തമ്മിൽ എന്തെന്നായിരുന്നു? ഒരു റിലേഷൻഷിപ്പാണ്. പിന്നെ എന്തെന്നായിരുന്നു പറഞ്ഞു വെച്ചത്? ഹു ഹാവ് എഗ്രി ടു ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റാണ് ഇവർ തമ്മിൽ ഷെയർ ചെയ്യണത്. അത് ഏത് റേഷ്യോയിലാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ലാസ്റ്റ് എന്താ പറയണത്? ക്യാരിഡ് ഓൺ ബൈ ഓൾ, ഒന്നല്ലെങ്കിൽ എല്ലാവരും കൂടി നോക്കി നടത്താം, അല്ലെങ്കിൽ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഡെഫിനിഷൻ പഠിക്കാൻ മറക്കരുത് കേട്ടോ. മെറിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ മെറിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പിൻ്റെ നല്ല വശങ്ങൾ, അത്രേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് മിസ് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഹെഡിങ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. ഇറ്റ് ഈസ് ഈസി ടു ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. നമുക്ക് എന്താ ഈസി ആയിട്ട് ഫോം ചെയ്യാനും ക്ലോസ് ചെയ്യാനും സുഖമാണ്. അതായത് ലീഗൽ ഫോർമാലിറ്റീസ് എന്താണ്? കുറവാണ്. എന്തിന്? പാർട്ട്ണർഷിപ്പിന്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? ബാലൻസ് ഡിസിഷൻ മേക്കിംഗ്. ഇൻ പാർട്ട്ണർഷിപ്പ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ഓൾ പാർട്ട്നേഴ്സ്. അപ്പോൾ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർ പോലെ ആരും ഒറ്റയ്ക്കല്ല അല്ലേ എടുക്കുന്നത്. ഇവിടെ പാർട്ട്ണർഷിപ്പിൽ നമ്മൾ പറഞ്ഞു അല്ലേ, A, B and C പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി യുണൈറ്റഡ് ആയിട്ട് ഒരുമിച്ചാണ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബാലൻസ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരാൾക്കൊരു കുറവുണ്ടെങ്കിലും മറ്റേ ആൾ നികത്തും. ഓക്കെ, ശരി. ഇനി തേർഡ് പോയിന്റ് പറയുന്നത് എന്തായിരുന്നു? ഡിവിഷൻ ഓഫ് ലേബർ. ഡിവിഷൻ ഓഫ് ലേബർ ഇസ് പോസിബിൾ ഇൻ പാർട്ട്ണർഷിപ്പ്. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യേണ്ട കാര്യം നമുക്ക് എന്ത് ചെയ്യാം? അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയ രീതിയിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് കുറച്ചും കൂടി എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ എടുക്കുക. അവിടെ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ തന്നെ ഓണർ തന്നെ എല്ലാ ഡിസിഷനും മേക്ക് ചെയ്യേണ്ടി വരും അല്ലേ?
വേറാസ് പാർട്ട്ണർഷിപ്പിൽ എങ്ങനെയാ, നമുക്ക് ഒറ്റയ്ക്ക് എടുക്കണ്ട, നമുക്കത് ഡിവൈഡ് ചെയ്ത് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ തന്നെ കൊടുക്കാൻ പറ്റും. ശരി, ഇനി അടുത്തതാണ് ലാർജ് ഫണ്ട്സ്. ദ ക്യാപിറ്റൽ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഓൾ പാർട്ട്നേഴ്സ്. അപ്പം ഇവിടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 3 പാർട്ട്നേഴ്സും സെപ്പറേറ്റ് ആയിട്ട് ക്യാപിറ്റൽ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എങ്ങനെയായിരിക്കും, ഒരു ലംസം ആയിരിക്കും അല്ലേ, ചെറിയ എമൗണ്ട് ആയിരിക്കില്ല, ഒരു വലിയ ലാർജ് എമൗണ്ട് ആയിരിക്കും. സോ ദേ ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ് ഓൺ എ ലാർജ് സ്കെയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ലാർജ് സ്കെയിൽ ബിസിനസ് എന്തിൽ ചെയ്യാൻ പറ്റും, ഈ പാർട്ട്ണർഷിപ്പിൽ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അതെന്തുകൊണ്ടാണ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു ലംസം എമൗണ്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത എന്തായിരുന്നു, ഷെയറിംഗ് ഓഫ് റിസ്ക്. The risk involved in running a partnership firm are shared by all partners. അപ്പോൾ സംഭവം എന്താണെന്നറിയോ, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു റിസ്ക് വന്നാൽ അതെങ്ങനെയാ, നമ്മൾ എല്ലാ പാർട്ട്നേഴ്സായിട്ടും ഷെയർ ചെയ്യും. ആൻഡ് ഒരു പ്രശ്നവും കൂടി ഉണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ ലിമിറ്റേഷനിൽ മിസ് ഓൾറെഡി പറയാൻ വെച്ചേക്കുന്നതാണ്, എന്നാലും മിസ് ഒന്നും കൂടി പറയാം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മുടെ ഫേമിൻ്റെ അസറ്റ്സ് കൊണ്ട് ഈ ലയബിലിറ്റി അടച്ചു തീർക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഈ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, ഈ ലയബിലിറ്റി പേ ഓഫ് ചെയ്ത് കളയണം. ക്ലിയർ ആയോ? അപ്പോൾ പാർട്ട്ണർഷിപ്പിൽ അതാണ് ശരിക്കും പറഞ്ഞ ഒരു മെയിൻ ആയിട്ടുള്ളൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് വരുന്നത്. പക്ഷേ നമ്മുടെ ഫേമിൻ്റെ ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ലയബിലിറ്റി സ്പ്രെഡ് ആവും. ക്ലിയർ ആയോ? എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് വഹിക്കേണ്ട ആവശ്യം വരില്ല, പാർട്ട്നേഴ്സിൻ്റെ എമങ്ങായിട്ട് വഹിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു, ഷെയറിംഗ് ഓഫ് റിസ്ക്. റിസ്ക് ഇസ് ആക്ച്വലി ഷെയർഡ് എമംഗ് പാർട്ട്നേഴ്സ്. ഒരാൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സഫർ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ മറിച്ച് എന്തൊക്കെയായിരുന്നു, ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. ഈസി ആയിട്ട് നമുക്ക് ഫോം ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. അതായത് ലീഗൽ ഫോർമാലിറ്റീസ് എന്താ, കുറവാണ്. ഓക്കെ, പിന്നെ എന്തായിരുന്നു, ബാലൻസ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ടോപ്പിക്കിൽ ഡിസിഷൻ മേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാവരുടെയും ഒപ്പീനിയൻ എടുക്കുന്നത് കാരണം എന്തായിരിക്കും, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് തേർഡ് പോയിന്റ് എന്തായിരുന്നു, ഡിവിഷൻ ഓഫ് ലേബർ. ഒരു കാര്യം ഒരാൾ ചെയ്യണത് സ്ഥലത്ത് നമുക്കത് 3 പേര് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് എമംഗ് ദി പാർട്ട്നേഴ്സ്. ആൻഡ് നാലാമത്തെ എന്തായിരുന്നു, ലാർജ് ഫണ്ട് അല്ലേ. ഓരോ പാർട്ട്ണറും ഓരോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് ലാസ്റ്റ് പൂൾ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് വരും. ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരുന്നു, ഷെയറിംഗ് ഓഫ് റിസ്ക്. റിസ്ക് ഇസ് ആക്ച്വലി ഷെയർഡ് എമംഗ് ദി പാർട്ട്നേഴ്സ്. ക്ലിയർ ആയോ?